ഇതിന്റെ ഏത് ഭാഗത്താണ്? ഇടത്തോ അതോ വലത്തോ? ഇനി എങ്ങനെ ഇതിനെ നിന്റെ വലതുഭാഗം എത്തിക്കാം? ആഹാ, നല്ല അത് മാത്രമേ അറിയുള്ളൂ. ശരി, നോക്കിക്കോ. ഇപ്പോൾ സൂര്യൻ നിന്റെ ഏത് ഭാഗത്തായി? സൂര്യൻ ചലിച്ചു? പിന്നെന്ത് ചലിച്ചു? തെറ്റ് വിധി. നീ ഇരുന്ന ഇരിപ്പിടം ചലിച്ചു. അത് ശരിയാ, തീർച്ചയായും നീയും ചലിച്ചു. നീ ഇരുന്ന ഇരിപ്പിടമാണ് ഭൂമി. നിങ്ങൾ എന്താ എന്റെ മോനെ കൊണ്ട് ചലിക്കുന്നത്? സാക്ഷി, ഞാനവരെ കാണാൻ പഠിപ്പിക്കില്ല. ഈ മുറിയിൽ വട്ടം കലക്കിയോ? അമ്മക്കിതൊന്നും മനസ്സിലാവില്ല. ഇല്ല അല്ലേ? നിനക്കെല്ലാം മനസ്സിലാവുന്ന വാക്യം ചെയ്യും. ഗവിയോ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടെങ്കിൽ നിങ്ങൾ എന്റെ മോനെ കൊണ്ട് പറയിക്കും. നിങ്ങൾ പറയുന്നതെല്ലാം കൂടി കേട്ട് ഇവനാകെ കൊലമാന്തരമായിരിക്കും. എന്റെ കർത്താവേ, ഭൂമി സൂര്യനെ ചുറ്റിക്കാനും ഇവൻ എന്നെ പഠിപ്പിക്കത്രേ. എന്നൊരു മാന്യത തെളിച്ചിട്ടുണ്ടെന്ന് ഇവനോടൊപ്പ തെളിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് പറഞ്ഞു. ഇത്തരം വീട്ടിൽ തന്നെ സത്യത്തെ നിങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ടോ? അവനത് സ്കൂളിൽ ചെന്ന് വിളമ്പി ദൈവത്തിന് നിരക്കാത്ത സംഗതികൾ വിളിച്ചു പറഞ്ഞു എന്ന പരാതി ചോദിക്കാൻ എന്നെ മഠത്തിലേക്ക് വിളിപ്പിക്കുമ്പോൾ എന്റെ കർത്താവേ. പിന്നെ ഞാനും ആൻഡ്രിയായും കൂടി കടുത്ത വർഷങ്ങൾക്ക് ശേഷം പല പുതിയ കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇല്ലേ ആൻഡ്രിയ? അതെ. നമുക്കിനിയും അത് ഈ ലോകത്തോട് വിളിച്ചു പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. അതെ, സർവകലാശാലയിലെ പൃഥ്വിരാജ് പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞ് ഈ മാസത്തെ ശമ്പളം കൂട്ടാൻ നോക്കണേ. വീട്ടുടമസ്ഥൻ വാടക വാടകയെന്ന് പറഞ്ഞ് വീടിന് ചുറ്റും വട്ടമിടാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. വട്ടമിടാൻ എന്നല്ല അമ്മേ, വൃത്തം ആരെയും ഞങ്ങൾ പറ. ആ ശരി, അദ്ദേഹത്തോട് വരാൻ പറയും. എനിക്കൊരു സംശയം. എന്താ സംശയം? ഈ ഭൂമിയാണ് യഥാർത്ഥത്തിൽ കറങ്ങുന്നതെങ്കിൽ അതിന്റെ കൂടെ നമ്മളും ചലിക്കുന്നതായി തോന്നൊക്കെ എന്തുകൊണ്ടാ? അതെ, ഭൂമി നമ്മെ അപേക്ഷിച്ച് വളരെ വലുതാണ്. മാത്രമല്ല ഭൂമിയോടൊപ്പം നമ്മളും ചലിക്കുന്നു. നമസ്കാരം കഴിയോ? നമസ്കാരം. ശമ്പളം മാസം 500 സ്കൂളിയിൽ നിന്ന് 1000 സ്കൂളിയായി വർദ്ധിപ്പിക്കാനുള്ള താങ്കളുടെ അപേക്ഷയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ഇരിക്കും. നിർഭാഗ്യവശാൽ ഈ കാര്യം സർവകലാശാലയോട് ശുപാർശ ചെയ്യാൻ നിവൃത്തിയില്ല. എന്റെ സുഹൃത്തിൽ, എനിക്കിപ്പോൾ കിട്ടുന്ന ഈ 500 സ്കൂളി കൊണ്ട് കഴിഞ്ഞുകൂടാൻ യാതൊരു നിർവാഹമില്ല. പിന്നെ കഴിഞ്ഞുകൂടാൻ വേണ്ടി ഏത് സമയവും കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നാൽ എനിക്ക് എവിടെയാ പഠിക്കാൻ സമയം? ശമ്പളം കുറവാണെങ്കിലും ഗവേഷണത്തിന് നമ്മുടെ റിപ്പബ്ലിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്. കുറച്ചു കാലമായി മതവിശ്വാസങ്ങളോട് വലിയ ബഹുമാനമൊന്നും കാണിക്കാത്ത ഒരു ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ടാണല്ലോ താങ്കൾ പ്രവർത്തിക്കുന്നത്. മതവിചാരണയ്ക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കാത്ത റിപ്പബ്ലിക്കാണ് വെനീസ് എന്ന കാര്യം പോളണ്ടിൽ പോലും പ്രസിദ്ധമാണ്. ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ കാര്യമല്ല. കോപ്പർനിക്കസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിന് നിങ്ങളുടെ ആൾക്കാർ യാദാനോ ബ്രൂണോവിനെ റോമൻ ഭരണാധികാരികളെ ഏൽപ്പിച്ച കാര്യം മറന്നുപോയോ? കോപ്പർനിക്കസിന്റെ ആശയങ്ങളൊക്കെ അബദ്ധജടിലങ്ങളാണ്. എന്തായാലും തീയിൽ വെന്തെറിഞ്ഞ ബ്രൂണോയെ പറ്റിയുള്ള സംസാരം നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ ശരി തന്നെ, പക്ഷേ മതം നഷ്ടേൽപ്പിച്ച ഒരാളുടെ പേര് ഇത്ര ഉറക്കെ ഉച്ചരിക്കുന്നത് തന്നെ തെറ്റാണെന്ന കാര്യം താങ്കൾ മറക്കണ്ട. സ്വന്തം വീട്ടിലായിരുന്നാൽ പോലും താങ്കൾ അത് ചെയ്തുകൂടാകില്ലയോ? താങ്കൾ ഒന്ന് മനസ്സിലാക്കണം, മുള്ളില്ലാതെ റോസാപ്പൂക്കളില്ല. അതുപോലെ പാതിരിമാരെ കൂടാതെ രാജകുമാരന്മാരും ഇല്ല. ഒഴിവ് സമയമില്ലാതെ ഗവേഷണത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? ഗവേഷണ ഫലങ്ങൾക്ക് എന്താണ് സംഭവിക്കുക? നോക്കൂ, എനിക്ക് 46 വയസ്സായി. ഇതുവരേക്കും എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരൊറ്റ കാര്യവും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ശരി, എങ്കിൽ ഇനിയും ഞാൻ താങ്കളെ ശല്യപ്പെടുത്തുന്നില്ല. പിന്നൊരു കാര്യം, ഹോളണ്ടിലെ തെരുവുകളിൽ കളിപ്പാട്ടമായി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുഴലുമായി ഒരാൾ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ സെനറ്റർമാരെ കാണിക്കാനുള്ള അനുവാദവും ചോദിച്ചിട്ടുണ്ട്. എനിക്കതിന്റെ പേപ്പറുകൾ ശരിയാക്കണം. നമുക്ക് പിന്നെ കാണാം. നിൽക്കൂ.
എന്താ ആ കുഴവിന് ഇത്ര പ്രത്യേകത? താങ്കൾക്ക് താല്പര്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. അത് അകലെയുള്ള വസ്തുക്കളെ 5 ഇരട്ടി വലുപ്പത്തിൽ എടുത്തു കാണിക്കുന്ന 2 ചില്ലുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഒരു കുഴലാണ്. 5 ഇരട്ടി വലുപ്പത്തിൽ? 5 ഇരട്ടി വലുപ്പം, 2 ചില്ലുകൾ. ഓഹോ, അപ്പോൾ അതാണല്ലോ കാര്യം. ഇനിയോ ഒരു കാര്യം കൂടി താങ്കൾ ഓർമ്മിക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട സെനറ്റർമാരെയും പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്ന ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം താങ്കൾ നടത്തൂ. അത് താങ്കളുടെ ശമ്പള വർധനവിന് സഹായിക്കും. ശരി? ശരി ശരി. അതെ, അവരെ സന്തോഷിപ്പിക്കാൻ ഇത് മതിയാവും. ആൻഡ്രിയ, ആൻഡ്രിയ, ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും നീ മറ്റാരോടും സംസാരിക്കണം. അധികാരികൾ അവ വിലക്കിയിരിക്കുക. പക്ഷേ നമ്മുടെ ആശയങ്ങളൊക്കെ സത്യമാണല്ലോ. പക്ഷെ അവരവയ്ക്ക് വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും തെളിയിക്കാൻ നമ്മൾ ശാസ്ത്രജ്ഞന്മാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മഹാനായ കോപ്പർനിക്കസിന്റെ ആശയങ്ങൾ പോലും അനുമാനങ്ങളായി അവശേഷിക്കുക. അനുമാനം എന്ന് പറഞ്ഞാൽ എന്താ? സംഭവ്യമെന്ന് ഒരാൾ കരുതുന്നതും എന്നാൽ വസ്തുതകൾ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതുമാണ് അനുമാനം. പക്ഷേ കോപ്പർനിക്കസ് പറഞ്ഞല്ലോ, തെളിയിച്ചല്ലോ. അങ്ങനെയാവാമെന്ന് മാത്രമാണ് ഞാൻ തെളിയിച്ചത്. ആൻഡ്രിയ, അങ്ങനെയാണെന്ന് തെളിയിക്കാൻ ഒരുപക്ഷെ ഇതുകൊണ്ട് കഴിഞ്ഞിരിക്കും. നോക്കൂ. നമുക്കിനിയും ഇതുപോലുള്ള അനേകം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിനു മുമ്പായി ഇത് എത്രയും വേഗം ബഹുമാനപ്പെട്ട സെനറ്റിന് മുമ്പിൽ അവതരിപ്പിക്കണം. എത്രയും വേഗം. സങ്കൽപ്പിക്കൽ, സ്വപ്നം കാണൽ, അനുമാനിക്കല്ലാദ്യപടി, തെളിവു നിരത്തി കണ്ടെത്തൽ, ചോദ്യം ചെയ്യൽ ശാസ്ത്രഗതി. സങ്കൽപ്പിക്കൽ, സ്വപ്നം കാണൽ, അനുമാനിക്കല്ലാദ്യപടി, തെളിവു നിരത്തി കണ്ടെത്തൽ, ചോദ്യം ചെയ്യൽ ശാസ്ത്രഗതി. ചെറുത്തു നിൽപ്പും സഹനവുമല്ലോ വളർത്തി മാനവ സംസ്കാരം. ചെറുത്തു നിൽപ്പും സഹനവുമല്ലോ വളർത്തി മാനവ സംസ്കാരം. വഴിയോരങ്ങളിൽ കൂട്ടിയിട്ട് കളിപ്പാട്ടമായി കച്ചവടം എത്തപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കുഴൽ, ആ ശാസ്ത്രാന്വേഷി അതിന്റെ മൂല്യം കണ്ടറിഞ്ഞു. എന്നിട്ട് ദൂരെയുള്ള വസ്തുക്കളെ അടുത്തു കാണാൻ കഴിയും വിധം ശക്തിയുള്ളതാക്കി തീർത്തു. അതെ, ഇതിപ്പോൾ ശാസ്ത്രത്തിന്റെ കണ്ണാണ്. അനന്തതയിലേക്ക് നോക്കുന്ന കണ്ണ്, സത്യത്തിലേക്ക് തിരിച്ചു വെച്ച കണ്ണാടി. അതെ, കാലത്തിലേക്ക് തിരിച്ചു വെച്ച കണ്ണ്. ഇവിടെ വെനീഷ്യൻ റിപ്പബ്ലിക് സമ്മേളിക്കുന്നു. ബഹുമാനപ്പെട്ട സെനറ്റർമാരും പ്രഭുക്കന്മാരും പ്രസിദ്ധ ഗണിത പണ്ഡിതൻ ഗലീലിയോ ഗലീലിയുടെ പുതിയ കണ്ടുപിടുത്തം കണ്ടു മനസ്സിലാക്കുവാൻ എത്തിയിരിക്കുന്നു.